നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാളയാർ കേസ് പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. നടപടി കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജി പരിഗണിച്ച് ഒരു നടപടിയും പാടില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. മക്കളുടെ കൊലപാതകം അന്വേഷിക്കാൻ വന്ന CBI തങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ് അന്വേഷിച്ചതെന്ന് പെൺകുട്ടികളുടെ അമ്മ. വഖഫ് ഭൂമി ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ മതസ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ. മുനമ്പം പ്രശ്നം വഷളാക്കിയത് ഇടതു സർക്കാരിന്റെ പരാജയമാണെന്നും ആരോപണം. വഖഫ് വിഷയത്തിൽ നിയമ ഭേദഗതി എതിർക്കുന്ന UDF, LDF MPമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഓഫീസിലേക്കും ആലത്തൂർ MP രാധാകൃഷ്ണന്റെ ഓഫീസിലേക്കും BJPയുടെ പ്രതിഷേധ മാർച്ച്. വിവാദങ്ങൾ ഒഴിയാതെ തൃശൂർ പൂരം വെടിക്കെട്ട്. സുരേഷ് ഗോപിക്ക് മറുപടിയുമായി തിരുവമ്പാടി ദേവസ്വം. നിയമത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് ജനപ്രതിനിധികൾ ആണെന്നും തൃശൂർ പൂരത്തിന് ദേശീയോത്സവമായി പരിഗണിക്കണമെന്നും ദേവസ്വം ബോർഡ്. നവീകരണ പ്രവൃത്തിയുടെ പേരിൽ മുന്നറിയിപ്പില്ലാതെ കോട്ടായി അയ്യങ്കുളത്തിലെ വെള്ളം തുറന്നുവിട്ട നടപടിയിൽ കർഷകർ പ്രതിഷേധത്തിൽ. 25 ഏക്കറോളം നെൽപ്പാടങ്ങളിലെ നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. കൊയ്ത്തു കഴിഞ്ഞ വയലിലെ വൈക്കോൽ ചേറിലും ചെളിയിലും മുങ്ങിയതും കർഷകരെ പ്രതിസന്ധിയിലാക്കി. വാർത്തകൾ വിശദമായി. വാളയാർ കേസ് പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. ഒരു നടപടിയും പാടില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. അതേസമയം മക്കളുടെ കൊലപാതകം അന്വേഷിക്കാൻ വന്ന CBI തങ്ങളുടെ ജീവിതം എങ്ങനെയെന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ അന്വേഷണമാണ് നടത്തിയതെന്ന് പെൺകുട്ടികളുടെ അമ്മ പ്രതികരിച്ചു. കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഒരു നടപടികളും പാടില്ലെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. മാതാപിതാക്കൾ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവുണ്ട്. ഹർജിയിൽ ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം വിശദമായ വാദം കേൾക്കും. തങ്ങളെ കൂടി പ്രതി ചേർത്ത CBI നടപടി റദ്ദാക്കി തുടരന്വേഷണം വേണമെന്നാണ് ആവശ്യം. CBI കണ്ടെത്തൽ യുക്തിഭദ്രമല്ലെന്നും കൊലപാതക സാധ്യത പരിശോധിച്ചില്ലെന്നുമാണ് പ്രധാന വാദം. നേരത്തെ വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാകാമെന്നാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നേരത്തെ പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയെന്ന കണ്ടെത്തൽ പാലക്കാട് വിചാരണ കോടതി തള്ളിയിരുന്നു. കുട്ടികളുടെ അരക്ഷിതമായ ജീവിത സാഹചര്യവും ക്രൂരമായ ലൈംഗിക ചൂഷണവും ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളെന്നാണ് CBI കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളും കണക്കിലെടുത്താണ് CBI കണ്ടെത്തൽ. കുറ്റപത്രത്തിൽ പോലീസ് സർജന്റെ റിപ്പോർട്ടും CBI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം മക്കളുടെ കൊലപാതകം അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട തങ്ങളോട് CBI ചെയ്തത് തങ്ങളുടെ ജീവിതം എങ്ങനെ എന്ന സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ അന്വേഷണമാണെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പ്രതികരിച്ചു. ഇവരുടെ അറസ്റ്റ് തടഞ്ഞ കോടതി തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി അവർ പറഞ്ഞു. തങ്ങളുടെ നിലപാടിൽ എന്തൊക്കെയോ ശരികളുണ്ടെന്ന് തോന്നിയതുകൊണ്ടാകാം കോടതി ഈ തീരുമാനമെടുത്തത്. തങ്ങൾക്ക് കോടതിയല്ലാതെ മറ്റൊരു ആശ്രയമില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞത് മക്കളുടെ കൊലപാതകം അന്വേഷിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ട് CBI ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ഇതുവരെയും അവർ CBI മക്കളുടെ കൊലപാതകമല്ല അന്വേഷിച്ചത്. അച്ഛനമ്മേൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കലാണ് അവർ ഇതുവരെയും നാളിതുവരെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മക്കൾക്ക് വേണ്ടി ഞങ്ങൾ നീതിക്ക് പൊരുതുന്നതിൻ്റെ ഒരു യഥാർത്ഥ്യമാണ് ഞങ്ങൾക്കിതിൽ ഈ വാർത്തയിൽ കേൾക്കാൻ പറ്റും. അങ്ങനെ ചോദിച്ചാൽ ഇതിപ്പോൾ CBI ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾക്ക് എല്ലാവരുടെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾക്ക് CBI ആവശ്യം വന്നത് വേണം പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ CBI അന്വേഷണം എല്ലാ സർക്കാരിൻ്റെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് CBI കിട്ടിയത്. പക്ഷെ അവർ സത്യസന്ധമായിട്ട് മക്കളുടെ കൊലപാതകം അന്വേഷിക്കാനാണ് ഞങ്ങൾ അവർ വേണം ആവശ്യപ്പെട്ടത്. പക്ഷെ അവർ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, അച്ഛനമ്മയെ ഏത് രീതിയിലാണ് ജീവിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് ഭൂമി ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ മതസ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ. മുനമ്പം പ്രശ്നം വഷളാക്കിയത് ഇടതു സർക്കാരിന്റെ പരാജയമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. വഖഫ് ഭേദഗതി എതിർക്കുന്ന UDF MPമാരുടെ നയത്തിൽ പ്രതിഷേധിച്ച് VK ശ്രീകണ്ഠൻ MPയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് ഭേദഗതിയെ എതിർക്കുന്ന UDF MPമാരുടെ നയത്തിൽ പ്രതിഷേധിച്ച് VK ശ്രീകണ്ഠൻ MPയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു C. കൃഷ്ണകുമാർ. മറ്റാർക്കും അതിന് യാതൊരു വിധത്തിലുള്ള സ്വാധീനവുമില്ല. ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു കാല നിയമമാണ് ഇന്ന് തിരുത്തി എഴുതപ്പെടുന്നത്. മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് BJPയുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ നയമല്ല.
മാസങ്ങളോളം തീരദേശവാസികൾ ഉൾപ്പെടെ സമരം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാത്തവരാണ് വഖഫ് ഭേദഗതി കേട്ടതും നിർദ്ദേശങ്ങളും നിലപാടുകളുമായി രംഗത്ത് വന്നത്. വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ നടപ്പിലാക്കുന്നത്. ഒരു സമൂഹത്തിനോ വ്യക്തിക്കോ ഹാനികരമല്ലാത്തതും എല്ലാ വിഭാഗത്തിനും സ്വീകാര്യവുമായ നിയമ ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. മാസങ്ങൾ കിട്ടിയിട്ടും ഒന്നും ചെയ്യാത്തവരാണ് ചർച്ചയ്ക്ക് 12 മണിക്കൂർ ആവശ്യപ്പെട്ടത്. രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും നിലനിർത്താൻ ബിജെപിയും കേന്ദ്ര സർക്കാരും ഏതറ്റം വരെയും പോകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. MP ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ഓമനക്കുട്ടൻ, ബാബു വെണ്ണക്കര, C മധു, ഹരിപ്രസാദ്, RG മിലൻ, P സത്യഭാമ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന UDF LDF നിലപാടിൽ പ്രതിഷേധിച്ച് K രാധാകൃഷ്ണൻ MPയുടെ ഓഫീസിലേക്ക് BJP തൃശൂർ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് SMT സ്കൂൾ പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ച് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് SMT സ്കൂൾ സമീപത്ത് വെച്ച് ചേലക്കര CI K സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു. വരുമ്പോഴൊക്കെ തന്നെ തർക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടത് വലതു മുന്നണികൾക്കെതിരെ ഒരു സൂചനയാണിത്. ഇവിടുത്തെ സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ട് മതി നിങ്ങൾ പാലസ്തീന് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കാൻ എന്നുള്ള സൂചനയാണ് നൽകുന്നത്. പ്രിയമുള്ളവരെ, വഖഫ് നിയമം ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കുക തന്നെ ചെയ്യും. അത് പാസ്സാക്കിയേ ഇരിക്കൂ എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അധ്യക്ഷത വഹിച്ചു. ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, വളത്തൂർ നഗർ മണ്ഡലം പ്രസിഡന്റ് MA രാജു, അനീഷ് എന്നിവർ സംസാരിച്ചു. ധർണയിൽ സ്ത്രീകളടക്കം നിരവധി BJP നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിവാദങ്ങൾ ഒഴിയാതെ തൃശൂർ പൂരം വെടിക്കെട്ട്. സുരേഷ് ഗോപിക്ക് മറുപടിയുമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ്. കണ്ണൂരിൽ വെടിക്കെട്ട് അപകടമുണ്ടായതാണ് പെസോ നിയമ ഭേദഗതി മാറ്റം വരുത്തുന്നതിന് തടസ്സമായതെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു. നിയമത്തിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ ആ മാറ്റം കൊണ്ടുവരേണ്ടത് ജനപ്രതിനിധികളാണെന്നും തൃശൂർ പൂരത്തിന് ദേശീയോത്സവമെന്ന പരിഗണന നൽകണമെന്നും ദേവസ്വം ബോർഡ്. നിയമങ്ങൾ എല്ലാം പാലിച്ചു നടക്കുന്ന ഒരേ ഒരു പൂരമാണ് തൃശൂർ പൂരം. തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ സാമ്പിളുകൾ പരിശോധിച്ച ശേഷമാണ് ഡിസ്പ്ലേ ലൈസൻസ് അടക്കം നൽകുന്നത്. ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം അവരുടെ സമ്മതത്തോടെയാണ് വെടിക്കെട്ട് നടത്തുന്നത്. ക്ലാസിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് തൃശൂർ പൂരത്തിന് മാത്രം. തൃശൂർ പൂരത്തിന് ദേശീയ ഉത്സവം എന്ന പരിഗണന നൽകണം. നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ ആ മാറ്റം കൊണ്ടുവരേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണ്. അല്ല, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് എല്ലാ സുരക്ഷിതത്വങ്ങളും പാലിച്ച് നിയമങ്ങളെല്ലാം പാലിച്ച് നടത്തുന്ന ഒരേ ഒരു പൂരം ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം മാത്രമുള്ളത്. അത് നിങ്ങൾക്കറിയാം. ഇവിടെ വെടിക്കോപ്പുകൾ ഇവിടെ മാഗസിനിൽ എത്തിച്ചാൽ തന്നെ അതിന്റെ സാമ്പിളുകൾ, അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിന്റെ സാമ്പിളുകൾ എടുത്ത് കാക്കനാട്ട് ലാബിൽ പോയിട്ട് അതിൽ നിരോധിത കെമിക്കൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഡിസ്പ്ലേ ലൈസൻസ് ജില്ലാ കളക്ടർ തരുന്നത്. അപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വെടിക്കെട്ടാണ്. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചും ഒന്നും വേണ്ട. ഇവിടെ വെടിക്കോപ്പുകൾ ഫയർ ലൈനിൽ നിരത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫയർ ചെയ്യുന്നത് തന്നെ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന അവരെല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്ക് ശേഷം അവര് പറയുന്ന സമ്മതത്തോടു കൂടിയിട്ടാണ് നമ്മൾ വെടിക്കെട്ടിന് തിരികൊളുത്തുന്നത്. അപ്പോൾ അത് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. പക്ഷെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇതിന്റെ രാത്രി 12 മണിക്ക് ശേഷം വെടിക്കെട്ട് കത്തിക്കുക എന്നുള്ള സുപ്രീം കോടതി ഓർഡർ ഉള്ളത്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊരു ദേശീയോത്സവമാണ്. അത് യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച തൃശ്ശൂർ പൂരം. അപ്പൊ അതൊരു ലോക പ്രശസ്ത തൃശ്ശൂർ ഉത്സവമാണ്. അപ്പൊ അതിനുള്ള ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരുന്ന ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കാണാറുള്ളതാണ്, സാധാരണ നമ്മുടെ തൃശ്ശൂരിന് ചുറ്റും എല്ലാ അമ്പലങ്ങളിലും വെടിക്കെട്ട് നടക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാം ഭംഗിയായി നടക്കണം. പക്ഷെ അവിടെയൊന്നും ഒരു തടസ്സമില്ലാണ്ട് നടക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം വരുമ്പോൾ മാത്രമാണ് ഓരോ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് അതിന്റെ രീതിയിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ മറ്റുള്ള ഉത്സവ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രത്യേക അനുമതി ആവശ്യമാണ്. അതെന്താ? കണ്ണൂരിൽ വെടിക്കെട്ട് അപകടം ഉണ്ടായതാണ്
പെസോ നിയമ ഭേദഗതി മാറ്റം വരുത്തുന്നതിന് തടസ്സമായതെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നവീകരണ പ്രവൃത്തിയുടെ പേരിൽ കോട്ടായി അയ്യങ്കുളത്തിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിട്ടു. 25 ഏക്കർ നെൽകൃഷി കൊയ്തെടുക്കാനാകാതെ കർഷകർ പ്രതിസന്ധിയിലായി. കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ വൈക്കോൽ ചേറിലും ചെളിയിലും മുങ്ങി സംഭവത്തിൽ കർഷകരുടെ പ്രതിഷേധം. ഓടനൂർ ചമ്പർക്കുളം പാടശേഖരത്തിൽ 25 ഏക്കർ നെൽകൃഷി കൊയ്തെടുക്കാനാകാതെ കർഷകർ പ്രതിസന്ധിയിലായി. കൊയ്തു കഴിഞ്ഞ വയലുകളിലെ വൈക്കോൽ ചേറിലും ചെളിയിലും മുങ്ങി പ്രതിഷേധവുമായി കർഷകർ രംഗത്തിറങ്ങി. കുളത്തിലെ വെള്ളം വിളഞ്ഞു പാകമായ വയലിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ കൊയ്ത്തുയന്ത്രം ഇറക്കാനാവാത്ത സ്ഥിതിയാണ്. പരീക്ഷണമെന്നോണം യന്ത്രം ഇറക്കിയതും വയലിൽ താണു. പിന്നീട് JCB കൊണ്ടുവന്ന് കെട്ടിവലിച്ചാണ് യന്ത്രം കരയ്ക്കു കയറ്റിയത്. നെല്ല് വിളഞ്ഞു നിൽക്കുകയാണെന്നും ഇനിയും വൈകിയാൽ എല്ലാം വീണ് നശിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. അതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയ്തു കഴിഞ്ഞ വയലുകളിൽ വൈക്കോൽ കെട്ടാക്കാൻ യന്ത്രമെത്തുന്നതും കാത്തിരുന്ന കർഷകരുടെ വൈക്കോൽ വെള്ളത്തിലും ചേറിലും മുങ്ങിക്കിടക്കുകയാണ്. കുളത്തിലെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് കാട കനാലിലൂടെ ഒഴുക്കിവിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും ഇക്കാര്യം കർഷകർ ആവശ്യപ്പെട്ടിട്ടും മുഖവിലക്കെടുക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ച പഞ്ചായത്ത് അംഗവും കരാറുകാരനും നെല്ലും വൈക്കോലും നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളും ആവശ്യപ്പെട്ടു. ഇവിടെ കുറച്ച് കൃഷിക്കാർക്ക് ഇവിടെ ഒരു കുളം നേരാക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് കുളത്തിലെ വെള്ളം തുറന്നു വിട്ടിട്ടുള്ള ആകെ നാശനഷ്ടമാണ് ഇതിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾക്ക് ട്രാക്ടർ വന്ന് അടുത്ത് വന്ന് കൊയ്യാനോ ടയർ വണ്ടി വന്ന് കൊയ്യാനോ ഉള്ള അവസ്ഥ ഈ പഞ്ചായത്തും ഇവിടുത്തെ മെമ്പറും ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞതും എന്ത് നഷ്ടപരിഹാരം വന്നാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ്. അവർ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടും കൂടിയില്ല. ഈ കുളത്തിൽ അധികമായിട്ടുള്ള വെള്ളം ഈ ഭാഗങ്ങളൊക്കെ വെടിച്ച് കിടന്ന ഒരു സ്ഥലങ്ങളാണ്. പൊതുവെ എല്ലാ പാടങ്ങളും വെടിച്ച് ടയർ വണ്ടി കൊയ്യാൻ പറ്റുന്ന രീതിയിലായതിനു ശേഷം പുട്ടിലായ സമയത്താണ് ഇവർ വന്നിട്ട് വെള്ളം തുറന്നു വിട്ടത്. ഇപ്പോൾ തുറന്നു വിടരുത് പറഞ്ഞു. നമ്മുടെ വീണ്ടും വൈക്കോലൊക്കെ കേട് വന്നു പോയിരിക്കുകയാണ്. അവൻ തിമിരിലുള്ള വർത്തമാനം പറയണത്. നെല്ല് വെളിയിൽ കൂട്ടുമ്പോൾ തന്നെ അത് ചാക്കിലാക്ക്, അവിടെ മണ്ണ് കൊട്ടാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെരട്ടാണ് വന്നിട്ട്. ഇതുവരെ ഇല്ലാത്തൊരു മെരട്ട്. ഞങ്ങൾക്കൊരു സമയം തരണ്ടേ? ഞങ്ങൾക്കൊരു സമയം തരണ്ടേ? അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്കൊരു സമയം തന്നു കഴിഞ്ഞാൽ ഇനിയും 2 മാസം ഇത് പൊതുവായി നമുക്ക് കുളം പണിയോ മറ്റുള്ള റോഡ് പണിയോ ചെയ്യാം. പക്ഷെ ഇപ്പോൾ അതിനുള്ളൊരു സമയം തന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മണ്ണ് കൊട്ടുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ കിഡ്നി രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്. അത് ഒന്നാമത്തത് നല്ല സ്മെല്ലുള്ള മാലിന്യമാണത്. അതൊക്കെ കൊണ്ട് മൂക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട്. പാടങ്ങൾ ഈ ആവശ്യമുന്നയിച്ച് കർഷകർ ഒപ്പു ശേഖരിച്ച് പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, കൃഷിഭവൻ ഓഫീസർ, വില്ലേജ് ഓഫീസർ, പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർക്ക് നിവേദനവും നൽകി. പൊതുവെ നെൽകൃഷി നഷ്ടക്കണക്കു മാത്രമായ കർഷകർക്ക് കരുതിക്കൂട്ടി കൃഷി നശിപ്പിച്ചതോടെ എല്ലാം കൈവിട്ട അവസ്ഥയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ മാന്താമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടക്സ് 1 ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിനാണ് തീപിടിച്ചത്. തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. 2 മാസം മുമ്പും ഈ കമ്പനിയിൽ തീപിടിച്ചിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. അവകാശ നിഷേധത്തിനെതിരെ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് MR അരുൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു സൂചന പോലും നൽകാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു കമ്മീഷനെ വെച്ച് കമ്മീഷന്റെ പരിഷ്കരണ കമ്മിറ്റി തീരുമാനങ്ങൾ സർക്കാരിന് നൽകേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2019 പെൻഷൻ റിവിഷന്റെ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക നിരവധിയായ സമരങ്ങൾ ഇതുപോലെ KSSPയുടെ നേതൃത്വത്തിൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായി അനുവദിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന DA കുടിശ്ശികയുടെ ഒരു വലിയ വിഭാഗം തുക ഈ സർക്കാർ അവിടെ നിർത്തുന്നു. DCC സെക്രട്ടറി VKP വിജയനുണ്ണി, സംസ്ഥാന കൗൺസിലർ KK വേണുഗോപാലൻ, KT വേണുഗോപാലൻ, K ശിവപ്രകാശൻ, V മുരളീധരൻ, G അജിത് കുമാർ, PA മുംതാസ്, E സുമാലിനി, രാധാകൃഷ്ണദാസ്, P വാസുദേവൻ, സൈദ് മാസ്റ്റർ, M ജയരാജൻ, KM പത്മകുമാർ, PV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. നിയോജകമണ്ഡലം സെക്രട്ടറി PK മോഹനദാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
വേലയ്ക്കുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കി ആ തുക ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ അന്നദാനം നടത്തി മാതൃകയായി മാറുകയാണ് മണ്ണൂർ 1-ാം മൈൽ പൊതുജന കമ്മിറ്റി. തുടർച്ചയായ 3-ാം വർഷമാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തുന്നത്. 1000-ഓളം പേർക്കാണ് അന്നദാനം നടത്തിയത്. മാനേജിംഗ് ട്രസ്റ്റി രവീന്ദ്രനുണ്ണി അന്നദാന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി കൺവീനർ ഗോപാലകൃഷ്ണൻ, ബാലസുബ്രഹ്മണ്യൻ എമ്പ്രാന്തിരി, പൊതുജന കമ്മിറ്റി ഭാരവാഹികളായ സുജിത് കുമാർ, സുരേഷ്, സുനീഷ്, പ്രമോദ്, വിശ്വൻ, രജീഷ്, സുഭിൻ, കൃഷ്ണദാസ്, ക്ഷേത്രം ജീവനക്കാർ, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഈ 9 ദേശത്തിൻ്റെ തട്ടകത്തരമ്മയാണ്. തട്ടകത്തമ്മയുടെ താലപ്പൊലി കൈമുത്തയുടെ താല്പര്യം കഴിഞ്ഞ 25-ാം തീയതി വളരെ പ്രൗഢഗംഭീരമായി നമ്മളെല്ലാവരും കൂടി ചേർന്ന് വളരെ ഭംഗിയായി ആഘോഷിച്ചു. അതിൻ്റെ ഭാഗമായി തുടർന്ന് 7-ാം പൂജയായിട്ട് ഇന്നത്തെ ദിവസം നട തുറക്കൽ. ഈ നട തുറക്കുന്ന ദിവസം ഭക്തജനങ്ങൾക്കുള്ള അന്നദാനമായിട്ട് ഈ ദേശ കമ്മിറ്റികളിലത്തെ പ്രധാന കമ്മിറ്റിയായ പൊതുജന കമ്മിറ്റി അവരുടെ നിസ്വാർത്ഥ സേവനം കൊണ്ട് 3-ാമത്തെ അന്നദാനമാണ്, പ്രസാദൂട്ടാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിൽ ആവശ്യാർത്ഥം ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ രാധാമോഹൻ, വിദ്യാഭ്യാസ ചെയർപേഴ്സൺ വി വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ NK ശശിധരൻ, K രാധാകൃഷ്ണൻ, K മിനിമോൾ, വി ലക്ഷ്മിക്കുട്ടി, MR രജിത, വി അംബിക, S ഗീത, C അനിത, പഞ്ചായത്ത് സെക്രട്ടറി A അജിത എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CY ഗ്ലോറിമോൾ ജോൺ സ്വാഗതം പറഞ്ഞു. 55,000 രൂപ ചിലവഴിച്ചാണ് സ്കൂട്ടർ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. വാളയാർ കേസ് പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. നടപടി കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജി പരിഗണിച്ച് ഒരു നടപടിയും പാടില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. മക്കളുടെ കൊലപാതകം അന്വേഷിക്കാൻ വന്ന CBI തങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ് അന്വേഷിച്ചതെന്ന് പെൺകുട്ടികളുടെ അമ്മ. വഖഫ് ഭൂമി ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ മതസ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാർ. മുനമ്പം പ്രശ്നം വഷളാക്കിയത് ഇടതു സർക്കാരിന്റെ പരാജയമാണെന്നും ആരോപണം. വഖഫ് വിഷയത്തിൽ നിയമ ഭേദഗതി എതിർക്കുന്ന UDF LDF MPമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഓഫീസിലേക്കും ആലത്തൂർ MP രാധാകൃഷ്ണന്റെ ഓഫീസിലേക്കും BJPയുടെ പ്രതിഷേധ മാർച്ച്. വിവാദങ്ങൾ ഒഴിയാതെ തൃശൂർ പൂരം വെടിക്കെട്ട്. സുരേഷ് ഗോപിക്ക് മറുപടിയുമായി തിരുവമ്പാടി ദേവസ്വം. നിയമത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് ജനപ്രതിനിധികൾ ആണെന്നും തൃശൂർ പൂരത്തിന് ദേശീയോത്സവമായി പരിഗണിക്കണമെന്നും ദേവസ്വം ബോർഡ്. നവീകരണ പ്രവൃത്തിയുടെ പേരിൽ മുന്നറിയിപ്പില്ലാതെ കോട്ടായി അയ്യങ്കുളത്തിലെ വെള്ളം തുറന്നുവിട്ട നടപടിയിൽ കർഷകർ പ്രതിഷേധത്തിൽ. 25 ഏക്കറോളം നെൽപ്പാടങ്ങളിലെ നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. കൊയ്ത്തു കഴിഞ്ഞ വയലിലെ വൈക്കോൽ ചേറിലും ചെളിയിലും മുങ്ങിയതും കർഷകരെ പ്രതിസന്ധിയിലാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.